ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയെ കണ്ടു കിട്ടിയെന്നുള്ള കാര്യം ശ്യാമിനെ വിളിച്ച് നമ്മുടെ പ്രീതി പറഞ്ഞു. അവൾ വന്നോ? ഇത്രയും നേരം അവൾ എവിടെയായിരുന്നു? അവൾക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ വിശദമായിട്ട് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും വീട്ടിൽ വന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്യാം ഓടി കത്തിച്ച് ശ്രുതിയെ കാണാൻ വീട്ടിലേക്ക് വന്നപ്പോൾ മുറ്റത്തതേ അശ്വൻ്റെ വണ്ടി കിടക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പോഴത്തേക്കും ആകെ ഞെട്ടി നിൽക്കുക ശ്യാം. ആ സമയത്ത് തന്നെ അശ്വൻ ഇറങ്ങി വരുന്നതും കണ്ടു. പിന്നെ എന്ത് ചെയ്യണം എന്ന് ഒരു നിമിഷത്തേക്ക് അറിയാതെ ശ്യാം അവിടെ നിന്ന് ഇങ്ങനെ പകച്ചു. പെട്ടെന്ന് തന്നെ ഒരു ഇതിൻ്റെ പുറകിലേക്ക് കയറി ഒളിച്ചു. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് പോകാനായിട്ട് വന്ന് വണ്ടിയിൽ കയറിയപ്പോൾ നമ്മുടെ ശ്രുതിയുടെ വളപ്പൊട്ടുകൾ അതിൽ കിടക്കുന്നത് കണ്ടു. ആ വളപ്പൊട്ടുകൾ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഒരു കുഞ്ഞു പ്രണയം, അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കൈ ഇങ്ങനെ ഭിത്തിക്ക് ചേർത്ത് പിടിച്ചതും ആ നിമിഷം സംഭവിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഒരു നിമിഷം നമ്മുടെ അശ്വിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നി മറഞ്ഞു വന്നു. ആ വളപ്പൊട്ടുകൾ അവിടെ വെച്ചു. നമ്മുടെ അശ്വിൻ വണ്ടിയും കൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു. അശ്വിൻ്റെ വണ്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ശ്യാം ഇങ്ങ് ഇറങ്ങി വന്നു. ഈ സമയം പ്രീതിയും അതുപോലെ അമ്മായിയും കൂടെ ചേർന്ന് നമ്മുടെ ശ്രുതിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ കൃഷ്ണ, എൻ്റെ കുഞ്ഞിനൊന്നും വരരുതേ എന്നൊക്കെ പറഞ്ഞു. ഇനി വല്ല കുഴപ്പം കാണുമെന്ന് പ്രീതി ചോദിച്ചു. അപ്പോൾ എൻ്റെ കൃഷ്ണ, എൻ്റെ കുഞ്ഞിനത് എന്ത് പറ്റിയെന്നൊക്കെ അമ്മായി ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്യാം കയറി വന്നിട്ട് നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, അവൾക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താ ഇവൾ കണ്ണ് തുറക്കാത്തത് എന്ന് നമ്മുടെ പ്രീതി ചോദിച്ചു. ഞാൻ പോയി ഒരു ഡോക്ടറെ വിളിച്ചുകൊണ്ട് വരാം, നിങ്ങൾ ശ്രുതിയുടെ കൈവെള്ള വേഗം നല്ലപോലെ തടവി കൊടുക്കാൻ പറഞ്ഞു. കൈ ചിലപ്പോൾ തണുത്തിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു, ബോഡി തണുത്തിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞപ്പോൾ ശ്യാം അങ്ങ് പോയി. ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇവരിങ്ങനെ കൈവെള്ളം തണുപ്പ് മാറ്റാനായിട്ട് ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ശ്രുതിക്ക് നേരം ബോധം വന്നിട്ടില്ല. അങ്ങനെ അവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചേട്ടൻ നേരെ തറവാട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ കുഞ്ഞൻ കയറി വന്നു എന്ന് ചേട്ടത്തി പറയുമ്പോഴേക്കും കയറി ചെന്നു അശ്വിൻ. അപ്പോൾ മുത്തശ്ശി കുഞ്ഞാ എന്നും പറഞ്ഞ് വിളിച്ചു. കുഞ്ഞൻ ഇങ്ങനെ ഇവരെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. നീ എവിടെ പോയതായിരുന്നു? നീ എന്താ ഞങ്ങളോടൊന്നും പറയാതെ പോയത്? ഞാൻ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ, അതിനിടയിലാണ് നീ ഒരു വാക്ക് പോലും പറയാതെ ഇറങ്ങിപ്പോയതെന്ന് പറഞ്ഞു. അപ്പോൾ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കുഞ്ഞാ, അത് പിന്നെ ചേച്ചി പ്ലീസ് ചേച്ചി ഇപ്പം എന്നോടൊന്നും സംസാരിക്കരുത്, എനിക്കൊന്നും സംസാരിക്കാനുള്ളൊരു മൂഡിലല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈശ്വര, എന്താ നിൻ്റെ കയ്യിൽ എങ്ങനെയാണ് മുറിഞ്ഞേ എന്ന് ചോദിച്ചുകൊണ്ട് കൈവെള്ളക്കകത്ത് ഒരു മുറിവ് കണ്ടപ്പോഴത്തേക്ക് അശ്വതി ചോദിച്ചു. ഇപ്പോൾ ചോര കണ്ടപ്പോൾ അശ്വനും അത് കാണുന്നത്. ആൻറ്റി, ആ ഫസ്റ്റ് എയ്ഡ് ബോക്സിങ് എടുത്തുകൊണ്ട് വരുമെന്ന് അശ്വതി. അപ്പോൾ സാരമില്ല ചേച്ചി, അതിനുവേണ്ടി ഇത് മുറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും ഇതെന്താടാ, മുറിവല്ലേ? നീ എന്താ ഡയബറ്റിക് പേഷ്യൻ്റ് ആണ് എന്നുള്ളൊരു ഓർമ്മ വേണ്ടേ നിനക്ക്? മുറിവ് എത്ര ചെറുതാണെങ്കിലും അത് പഴുക്കാനുള്ള ചാൻസ് ഇല്ലേ? ഡോക്ടറെ വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും വേണ്ട ചേച്ചി, ഒന്നും വേണ്ടാന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു വലിയ അസുഖം നമ്മുടെ അശ്വിൻ ഉണ്ടെന്നുള്ള കാര്യം പുറത്ത് വന്നിരിക്കുന്നു. അങ്ങനെ അപ്പോഴത്തേക്ക് ആൻറ്റി വന്നു. വാട്ട് ഹാപ്പൻഡ്? എന്തിനാ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന് ചോദിച്ചാൽ ആൻറ്റി അങ്ങ് വന്നു. അപ്പോൾ കുഞ്ഞൻ്റെ കൈ മുറിഞ്ഞു എന്ന് പറഞ്ഞു. അയ്യോ, കൈ മുറിഞ്ഞോ, എന്നാ പറ്റിയേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അതിൻ്റേതായ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൻറ്റി ഇങ്ങനെ മൊത്തത്തിൽ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ ഓർത്ത് നിങ്ങളൊന്നും എന്നെ ഒന്ന് വെറുതെ വിടും, എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് പറഞ്ഞു. അതിനിടയിൽ ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നും പറഞ്ഞ് കുഞ്ഞൻ പോകുമ്പോൾ മുത്തശ്ശി കുഞ്ഞാ എന്നും പറഞ്ഞ് പിടിച്ച് നിർത്തി. കുഞ്ഞൻ അന്നേരം തിരിഞ്ഞ് മുത്തശ്ശിയെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഇത്ര തിടുക്കപ്പെട്ട് നീ എങ്ങോട്ടാ മോനെ പോയതെന്ന് ചോദിച്ചു. അവൾക്കരികിലേക്കായിരിക്കും, ആ ലാവണ്യയുടെ അടുത്തേക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക നമ്മുടെ കുഞ്ഞിന് ദേഷ്യം വന്നു. എന്നിട്ട് അവൾ എന്താ നിന്നോട് പറഞ്ഞത്? എന്നോടുള്ള ദേഷ്യം മുഴുവൻ അവൾ നിന്നോട് തീർത്തിട്ടുണ്ടാവും അല്ലേ? അതാണല്ലോ നീ ഞങ്ങളുടെ മുന്നിൽ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മുത്തശ്ശി, എനിക്ക് ലാവണ്യെ കാണാൻ പോകണമെങ്കിൽ ഇങ്ങനെ ഒളിച്ചു പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. അതിൻ്റെ ആവശ്യം എന്താ മുത്തശ്ശി? ഞാൻ അങ്ങനെ ചെയ്യുമോ മുത്തശ്ശി? പറഞ്ഞല്ലോ, ഞാൻ പോയത് ഒരു എമർജൻസി കാര്യത്തിന് വേണ്ടിയിട്ടാണെന്ന്. അതിനിടയിൽ നിങ്ങളോടൊന്നും എനിക്ക് പറയാൻ പറ്റിയില്ല, അതാണ് വിഷയം. അല്ലാതെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ടെന്നും പറഞ്ഞ് കുഞ്ഞിനകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ കുഞ്ഞൻ എന്താ പറ്റിയെന്ന് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് നിൽക്കുക. അങ്ങനെ ഈ ഒരു കാര്യം ഇവർ സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ശ്യാം ഡോക്ടറോട് എന്ന് ശ്രുതിയുടെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഡോക്ടർ, ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക് പ്ലീസ് ഡോക്ടർ, ആ കുട്ടി അത്രയ്ക്ക് സീരിയസ് ആയ സ്റ്റേജിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ലുക്ക് മിസ്റ്റർ, ഞാനിപ്പോൾ കൺസൾട്ടിങ്ങിലാണെന്നും പിന്നെ ഇത് ഒഴിവാക്കി എനിക്കിപ്പോൾ വരാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ, പ്ലീസ് ഡോക്ടർ, ഒരു അരമണിക്കൂർ മതി ഡോക്ടർ പ്ലീസ്, ഞാൻ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് പ്ലീസ്, ഞാൻ ഉടനെ തന്നെ തിരിച്ചാക്കുകയും ചെയ്യാം. അപ്പോൾ എന്താ മിസ്റ്റർ, കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ കൺസൾട്ടിങ് ഒഴിവാക്കി വരാൻ പറ്റില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഡോക്ടർ ഇങ്ങനെ തർപ്പിച്ച് പറയുന്നു. അപ്പോൾ ഡോക്ടർ ഒരാളുടെ ജീവൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്യാം ഇങ്ങനെ പറഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വേറെ വല്ല ആശുപത്രിയിലും പോകാൻ. മറ്റൊരു ആശുപത്രിയിൽ പോയി വേറൊരു ഡോക്ടറെ വിളിക്കാനാണെങ്കിൽ എനിക്ക് ഡോക്ടറുടെ ഉപദേശത്തിൻ്റെ ആവശ്യമില്ല. വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞു. ഡോക്ടർ പ്ലീസ്, തർക്കിച്ച് നിൽക്കാനുള്ള സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ, ഒരു പാവം പെൺകുട്ടിയുടെ ജീവന് വേണ്ടിയാണ് ഞാൻ ഡോക്ടറുടെ മുന്നിൽ അപേക്ഷിക്കുന്നത്. ഞാൻ കൂടെ വരണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു അരമുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യണം. എൻ്റെ പേഷ്യൻസിനെ എല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാമെന്ന് പറഞ്ഞു ഡോക്ടർ. നോ, എനിക്കങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നും ഡോക്ടർ ഇപ്പോൾ വരും.
വന്നേ പറ്റുമെന്ന് ശ്യാം തർപ്പിച്ചു പറഞ്ഞു. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ കൊണ്ടുപോകാൻ എനിക്കറിയാം, ഇങ്ങോട്ട് വരാനാ പറഞ്ഞെന്ന് പറഞ്ഞ് ഡോക്ടറെ പിടിച്ചു വലിച്ച് നമ്മുടെ ശ്യാം അവിടുന്ന് കൊണ്ടുപോകാൻ നോക്കുന്നു. ഈ സമയത്ത് അശ്വിൻ അവിടെ ഇരുന്ന് ശ്രുതിയെ പറ്റിയുള്ള ആലോചനയും കാര്യങ്ങളും. പിന്നെ എന്തായാലും ഡോക്ടറെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. ഡോക്ടർ നോക്കിയിട്ടെല്ലാം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഷീസ് ഓക്കെ ആണെന്ന്. അപ്പോഴും ഇവരുടെ ഉള്ളിൽ കിടന്ന് പിടച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ബോധം തെളിഞ്ഞിട്ടില്ല ഇതുവരെ. ഡോക്ടർ വന്ന് നോക്കി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ, അതെ ആദ്യം ഈ കുട്ടി നന്നായിട്ടൊന്ന് വിശ്രമിക്കട്ടെ, അത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആകും. 2 ദിവസം പ്രോപ്പർ ഫുഡും നല്ല റെസ്റ്റും വേണം, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ശരിയെന്ന് ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നു. അപ്പോൾ ഡോക്ടർ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശ്യാം പറഞ്ഞു, ഡോക്ടറിനോട് ക്ഷമിക്കണം, മറ്റൊന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, എനിക്ക് നിങ്ങളുടെ ടെൻഷൻ മനസ്സിലാകുമെന്ന് ഡോക്ടർ പറയാം. ഞാനും അല്പം സമീപനം പാലിക്കണമായിരുന്നു. എന്തായാലും പേടിക്കേണ്ടതായ മറ്റു കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അവിടെ നിന്ന് പോയി. പിന്നെ പ്രീതിയും അതുപോലെ അമ്മായിയും കൂടി ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ തന്നെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അശ്വൻ്റെ വീടും സാഹചര്യങ്ങളൊക്കെ കാണിക്കുന്നത്. മുത്തശ്ശിയും അശ്വതിയും ആൻറ്റി എല്ലാവരും കൂടെ അവിടെ ഇരിക്കുമ്പോൾ അശ്വൻ അങ്ങോട്ടേക്ക് ചെന്നു. എന്താ കുഞ്ഞാ, നിൻ്റെ പ്രശ്നമൊക്കെ മാറിയോ എന്ന് ചോദിച്ചു. മുത്തശ്ശിക്ക് എന്താ അറിയേണ്ടത് എന്ന് അശ്വൻ ചോദിച്ചപ്പോൾ, എനിക്ക് നിൻ്റെ തീരുമാനം അറിയണം, അതിനാ ഞാൻ നിന്നെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. മുത്തശ്ശി പ്ലീസ്, ആ കാര്യത്തെ പറ്റി ഇപ്പം എന്നോട് ആരും ഒന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി വേണ്ടാന്ന് പറഞ്ഞു അശ്വതി. ആ ശരി, എന്നാൽ ആ കാര്യം നമുക്ക് പിന്നീട് സംസാരിക്കാം. ശരി, സമ്മതിച്ചു. നീ ഇപ്പം എന്തിനാ പുറത്തു പോയത്? അത് ഞങ്ങളോട് പറയാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പം, ഞാൻ നിൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ, അറിയാം എൻ്റെ മുത്തശ്ശി എൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്നത് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, ചില കാര്യങ്ങളിൽ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കുന്നത് എനിക്ക് ശീലം എന്നുള്ള കാര്യമൊക്കെ അശ്വിൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ എടുത്ത തീരുമാനങ്ങളാണ് ഇതുവരെ എന്നെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളതെന്ന് പറഞ്ഞപ്പം, കുഞ്ഞാ മോനെ എന്ന് ചേച്ചി വിളിച്ചു. ചേച്ചി പ്ലീസ്, നിങ്ങളാരും കരുതുന്നത് പോലെ ഞാൻ ശ്രുതിയെക്കുറിച്ചൊന്നും അല്ല ആലോചിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ശ്രുതിയോ? വിച്ച് ശ്രുതി? വാട്ട് ശ്രുതി എന്ന് പറഞ്ഞ ആൻറ്റി അവിടെ ഇരുന്ന് ചിന്തിക്കുന്നു. അങ്ങനെ ഒരു പേര് പെട്ടെന്ന് അശ്വിൻ്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ ചിന്തയിലേക്ക് വന്നോ എന്നൊക്കെ ഓർത്ത് ഇവർ നോക്കുക. സോറി, ഞാൻ ഉദ്ദേശിച്ചത് ലാവണ്യയുടെ കാര്യമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുഞ്ഞും പറഞ്ഞപ്പം മുത്തശ്ശി ഇങ്ങനെ എന്നും പറഞ്ഞിങ്ങനെ നോക്കുന്ന പോലെ തന്നെ അശ്വതി, ഇതെന്താ പെട്ടെന്ന് പേരൊക്കെ മാറിപ്പോകുന്നത്? അങ്ങനെ ആ ഒരു കൺഫ്യൂഷനിൽ അവരവിടെ നിൽക്കുന്നു. പെട്ടെന്ന് നമ്മുടെ ശ്രുതിക്ക് ബോധം വന്നു. ശ്രുതി ഒരു ചുമയൊക്കെ ചുമച്ച് ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും ഇവരെല്ലാവരും അടുത്തുണ്ട്. എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചു. പ്രീതി തൊട്ടരികിലുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതി എന്തൊക്കെയോ ഇരുന്ന് ഇങ്ങനെ പറയുന്നേ. എന്നിട്ട് അന്നേരം സംഭവിച്ച കാര്യങ്ങളൊക്കെ ശ്രുതി ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുക. എന്നിട്ട് കൈ നോക്കുന്നു, തലയ്ക്കകത്ത് എന്തൊക്കെയോ പോലത്. അപ്പോൾ അയാൾ നിന്നോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ സാറ് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു എന്നും ഒരു പണി നടക്കുന്നിടത്തേക്ക് എന്നെ പറഞ്ഞു വിട്ടെന്നും ഞാൻ അതിനകത്തേക്ക് അകപ്പെട്ടു പോയി, പിന്നീട് അദ്ദേഹം തന്നെ വന്ന് എന്നെ രക്ഷിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വല്ലായ്മ പോലെ ഇവർക്ക് എല്ലാവർക്കും. അപ്പോഴേക്കും നമ്മുടെ ശ്യാം പറഞ്ഞു, ശ്രുതി ഇനി അങ്ങനെ ഒരു ദുഷ്ടൻ്റെ കൂടെ നീ ജോലി ചെയ്യാൻ പോകാതിരിക്കുന്നത് നല്ലതെന്ന് ശ്യാം അന്നേരം പറഞ്ഞു. അയാൾ അത്രക്കാരനാണെന്ന് ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. വേണ്ട, ഈ പണി നീ മതിയാക്കിയേക്കാൻ ശ്രുതിയോട് ശ്യാം തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടപ്പോഴും ശ്രുതി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുക. ശ്രുതിക്ക് ഇതുവരെ ആ ഒരു റിലേ തിരിച്ചു കിട്ടാത്തൊരവസ്ഥ. അങ്ങനെ ആ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു. ഇതേ സമയത്ത് പിന്നെ ഇവിടെ അശ്വിനിലേക്കും കുടുംബത്തിലേക്കും കാര്യങ്ങൾ വന്നു. ഇങ്ങനെ അത്രയും പറഞ്ഞിട്ട് ഉത്തരം മുട്ടി നിൽക്കുന്ന അശ്വിൻ്റെ മുന്നിൽ ഇവരിങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് നോക്കി നിൽക്കുക. കുഞ്ഞാ, ഒരു കാര്യം, ഒരേ ഒരു ചോദ്യത്തിന് മാത്രം നീ എനിക്കിപ്പോൾ ഉത്തരം തന്നാൽ മതിയെന്ന് മുത്തശ്ശി പറഞ്ഞു. എന്താ, പറ്റുമോ നിനക്ക്? മുത്തശ്ശിക്ക് അന്നേരം എന്താ അറിയേണ്ടത്? സ്വന്തം ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടി ഈ വീടിനെയും ഇവിടെയുള്ളവരെയും മറന്ന് നീ പ്രവർത്തിക്കുകയോ എന്നും മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി എന്നുള്ള കാര്യം മുത്തശ്ശി ചോദിച്ചു. എന്താ നീ ഒന്നും പറയാത്തത്? എനിക്കറിയാം എൻ്റെ ഈ ചോദ്യത്തിന് നിനക്ക് അത്ര പെട്ടെന്നൊന്നും ഉത്തരം പറയാൻ കഴിയില്ലെന്ന്. അതൊക്കെ കേട്ട് അശ്വിനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അശ്വതിക്കാണെങ്കിൽ ആകെ വിഷമം. ഇത്തരം ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തവനായി പോയല്ലോ മോനെ നീ. കഴിഞ്ഞതൊക്കെ മറന്ന് ഇത്ര നിസ്സാരമായി ജീവിതത്തെ കാണാൻ എന്നു മുതലാണ് നീ ശീലിച്ചു തുടങ്ങിയത്? നിൻ്റെ അച്ഛനും അമ്മയും. മുത്തശ്ശി പ്ലീസ്, എനിക്കൊന്നും കേൾക്കണ്ട. കഴിഞ്ഞതൊന്നും ആരും എന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല. മറ്റാരേക്കാളും നന്നായി ഓരോ നിമിഷവും ഓർമ്മയിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാനെന്നുള്ള കാര്യം പറഞ്ഞു അശ്വൻ. എങ്കിൽ നീ ഇങ്ങനെയൊന്നും കാട്ടിക്കൂട്ടില്ലായിരുന്നു കുഞ്ഞാ. ഞാനിതൊക്കെ പറയുന്നതേ നിങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. എന്ന് വെച്ച് പറയാതിരിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ലല്ലോ എന്നും മുത്തശ്ശി അന്നേരം പറഞ്ഞു. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ,
ഈ പ്രേമമെന്ന സൂക്കേടിന് ഒരു വലിയ കുഴപ്പമുണ്ട്. അത് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ബുദ്ധിയിൽ തോന്നുന്നതൊക്കെ അസംബന്ധവും ആഭാസത്തരവും ഒക്കെ ആയിരിക്കുമെന്ന് മുത്തശ്ശി. അതിൻ്റെ കുഴപ്പം പ്രേമിക്കുന്നവർ മാത്രം അനുഭവിച്ചാൽ പോരാ, അവൻ്റെ തലമുറകൾ കൂടി അനുഭവിക്കേണ്ടി വരും. അതൊന്നും മറന്നു പോകരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ശ്രുതിയുടെ പേര്, അല്ലെങ്കിൽ ശ്രുതിയോടുള്ള തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വിങ്ങലായി നിൽക്കുന്ന ശ്രുതിയെക്കുറിച്ചുള്ള കാര്യം അറിയാതെ നമ്മുടെ അശ്വൻ്റെ വായിൽ നിന്ന് മുത്തശ്ശിയുടെ മുന്നിലേക്ക് വീണല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ വരുന്നത്. അപ്പോഴും ഇവർക്ക് വ്യക്തമായൊരു പിക്ചറില്ല. ഈ ലാവണ്യ എന്നുള്ള ഒരു സബ്ജക്റ്റാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് മുത്തശ്ശി ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓ എൻ്റെ മൈ ഗോഡ്, ഈ തള്ള എന്തൊക്കെ പൊട്ടത്തറ വിളിച്ചു പറയുന്നതെന്നൊക്കെ ആൻറ്റി. അത്ര കുഴപ്പം പിടിച്ച സംഗതിയാണോ പ്രേമം? ഇവർ സ്പീക്കുന്നത് കേട്ടാ തോന്നും ഇവർ ചെറുപ്പത്തിലെ ഓടി നടന്നില്ല ഓടി ലവായിരുന്നെന്ന്. അഗിളി ഓൾഡ് വുമൺ എന്നും പറഞ്ഞു മുത്തശ്ശിയെ ഓരോന്ന് പറഞ്ഞിട്ട് ആൻറ്റി നിൽക്കുന്നു. അമ്മ, വാട്ട് യു സെയിങ്? ഗോഡ് ഈസ് ലവ് എന്നല്ലേ പറയുന്നത്? ദൈവത്തിന് വരെ പ്രേമിക്കാമെങ്കിൽ ഈ ഇത്തിരി പോകുന്ന സ്മോൾ ബേബിക്ക് പ്രേമിച്ചാൽ എന്താ കുഴപ്പം എന്ന് ആൻറ്റി. ഐ ആം ദ സൈഡ് ലവ്. ലവ് ഈസ് ട്രൂത്ത്. ദേ മനോരമേ, നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. വല്ലാതെ ചിലയ്ക്കുന്ന ഒരു നാവുണ്ടെന്ന് കരുതി എന്തും എഴുന്നള്ളിക്കാൻ വേണ്ടി വന്നേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പം നിർത്താൻ പറഞ്ഞു അശ്വിൻ ദേഷ്യത്തോടെ. എൻ്റെ പ്രേമത്തെ ചൊല്ലി ഇവിടെ ആരും തമ്മിൽ തല്ലി മരിക്കണ്ടെന്നും പറഞ്ഞു. എനിക്ക് ഒരുത്തരോടും പ്രേമമില്ല. എനിക്ക് പ്രേമത്തോട് തന്നെ വെറുപ്പാ, പുച്ഛവാ. അങ്ങനെയുള്ള ഞാൻ ഒരിക്കലും പ്രേമിക്കില്ല. ഇനി ആരോടെങ്കിലും ആത്മാർത്ഥമായ പ്രേമം തോന്നണമെങ്കിൽ അവർ നമ്മളെ വിശ്വസിക്കണം. ഈ ലോകത്ത് എനിക്ക് എന്നെ അല്ലാതെ മറ്റാരെയും വിശ്വാസമില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയുള്ള ഞാനെങ്ങനെയാ ഒരാളെ ആത്മാർത്ഥമായി പ്രേമിക്കുന്നത് മുത്തശ്ശി? ഇതൊക്കെ നീ ഇപ്പം പറയും. നീ അങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ലാവണ്യ നിന്റെ ആരാ? എന്താ നീ അവളും തമ്മിലുള്ള ബന്ധം? നീ പറയാൻ പറഞ്ഞു മുത്തശ്ശി. ഇങ്ങനെ നോക്കി നിൽക്കുക അശ്വിൻ. ഒരു കാര്യം എനിക്ക് ഉറപ്പാകുഞ്ഞ, തെറ്റായ വഴിയാ നീ ഇപ്പം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ നിന്റെ ഈ മുത്തശ്ശി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം വഴി തെറ്റാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. അതുകൊണ്ട് ലാവണ്യമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നതാ നിനക്ക് നല്ലത്. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. ലാവണ്യമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള കാര്യം തറപ്പിച്ചു പറഞ്ഞു നമ്മുടെ അശ്വിൻ. ഇത് കേട്ടപ്പോഴേക്കും എന്ന് പറഞ്ഞ ആൻറ്റി ഇങ്ങനെ നിൽക്കുന്നു എന്നും പറഞ്ഞൊരു ചിരിയൊക്കെ ചിരിച്ചേ. അപ്പോൾ അശ്വതിയൊക്കെ ഞെട്ടിപ്പോയി. തള്ളയുടെ ഹെയർ പോയി അടിപൊളി എന്ന് പറഞ്ഞപ്പോൾ എന്ന് കരുതി നിങ്ങളാരും വിഷമിക്കൊന്നും വേണ്ട, ഞാൻ അവളെ കല്യാണം കഴിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. കുഞ്ഞാ എന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ വേണ്ട ചേച്ചി, ഇനി അതിനെപ്പറ്റി ആരുമായും ഒരു തർക്കത്തിനും എനിക്ക് താല്പര്യമില്ലെന്നും പറഞ്ഞു കുഞ്ഞൻ. എൻ്റെ ലൈഫ് അത് ഞാൻ തീരുമാനിക്കും, അതെനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ഡിസൈൻ ചെയ്യും, ഞാൻ ജീവിച്ച് തീർത്തോളാമെന്നും പറഞ്ഞു. അതും പറഞ്ഞ് അശ്വിൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴും ആൻറ്റിക്ക് സന്തോഷം. ഇവരെല്ലാവരും അങ്ങ് പോയിട്ടോ. ഇതൊക്കെ എന്ത്, ഇതൊക്കെ പോസിബിൾ ആകുമോ? ഇവൻ എങ്ങനെയാ ഈശ്വര കല്യാണം കഴിക്കാതെ ജീവിക്കാൻ പോകണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ ആൻറ്റി അവിടെ നിൽക്കുന്നു. ഇതേ സമയം പിന്നെ രാത്രിയായി നമ്മുടെ അശ്വിൻ ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആലോചിക്കുക. ശ്രുതിയെ കൊണ്ടുവന്ന് കിടത്തുന്നത്, ശ്രുതിയെ കൊണ്ട് കട്ടിലേക്ക് കിടത്തിയത്, ശ്രുതി ഇങ്ങനെ ഷർട്ടയിൽ മുറുക്കി പിടിച്ചത്, അങ്ങനെ പലതും ആലോചിച്ച് നമ്മുടെ അശ്വിൻ ഇങ്ങനെ ശ്രുതി എന്നുള്ളൊരു മയത്തിൽ കിടക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചേച്ചി ഫുഡുമായിട്ട് വരുന്നത്. ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വിശപ്പും ദാഹവും എന്നുള്ളത്, പിന്നെ എന്തിനാ ഇത് കൊണ്ടുവന്നത്? പ്ലീസ് എന്നെ കുറച്ച് നേരത്തേക്കൊന്ന് വെറുതെ വിട് എന്ന് വീണ്ടും അശ്വൻ പറഞ്ഞു. വിശപ്പും ക്ഷീണവും ഇല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? നിന്റെ മുഖം കണ്ടാൽ അറിയില്ലേ, നിന്റെ മുഖം വല്ലാണ്ട് വാടിയിരിക്കുന്നു. എന്താ കുഞ്ഞാ നീ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത്? നിനക്ക് എന്താ പ്രശ്നം? ഈ ചേച്ചിയോടെങ്കിലും നീ തുറന്നു പറയാൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ നീ ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞാൻ ശ്രുതിയെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും ശ്രുതി. അത് കേട്ടപ്പോൾ നമ്മുടെ അശ്വതിക്ക് ഒരു കള്ളച്ചിരി. ശ്രുതിയോ? അതാരാ അത്? നീ എന്താ വീണ്ടും അവളെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു ചേച്ചി. ഞാൻ ലാവണ്യയുടെ കാര്യമാണല്ലോ ഉദ്ദേശിച്ചത്. ശ്രുതിയുടെ പേരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ആദ്യം ഈ ശ്രുതിയുടെ പേര് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് നാക്കുപിഴച്ചതാണെന്നാ. പക്ഷേ അതല്ല. ഇപ്പം നീ വീണ്ടും അവളെക്കുറിച്ച് തന്നെയാണ് പറയണത്. എൻ്റെ കുഞ്ഞാ, എന്താ അവൾക്ക് പറ്റിയേ? എന്താണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും അശ്വിൻ ദേഷ്യപ്പെട്ട് അങ്ങ് പോയി. അതെന്തെങ്കിലും ആയിട്ട് നീ ആഹാരം കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിച്ചോളാമെന്നും പറഞ്ഞ് അനിയൻ കഴിക്കാതെ എടുത്തു. പക്ഷെ കഴിക്കാതിരിക്കുമ്പോൾ ചേച്ചി അത് വാരി കൊടുക്കുന്നു. അങ്ങനെ കുഞ്ഞിന് സ്നേഹം കൊണ്ട് ഊട്ടിക്കൊടുക്കുന്ന ചേച്ചി. അങ്ങനെ അവർ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും നമ്മുടെ ശ്രുതിയോടുള്ള പ്രണയം അറിയാതെ മുത്തശ്ശിയുടെയും ചേച്ചിയുടെയും മുന്നിൽ നാവിൽ നിന്ന് വീണു പോയി നമ്മുടെ അശ്വിന്. ഇനിയിപ്പം അതിനുള്ളൊരു മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു വിഷയങ്ങൾ. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.